ആരും വില്ലനാകുമെന്ന് വിചാരിച്ചിട്ടല്ല റിവെഞ്ച് എടുക്കാനായിട്ട് പോകുന്നത്. ഒരു ക്രിമിനൽ ആയിരിക്കുന്നതിനെക്കാട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ക്രിമിനൽ വിശ്വസിക്കുകയാണ് അയാൾ ചെയ്യുന്നതാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന്. ഖലീഫയിൽ പൃഥ്വിരാജിന്റെ ഫാമിലിക്ക് എന്താണ് സംഭവിക്കുന്നത്? നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ്, ബിസിനസ് ഫെയിലിയറിന്റെ അറ്റത്ത് നിൽക്കുന്നു, അച്ഛൻ 2 കിലോ ഗോൾഡായിട്ട് പിടിക്കപ്പെടുന്നു, പബ്ലിക്കലി പുള്ളീനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നു, പുള്ളീന്റെ അപ്പൂപ്പന്റെ പാസ്റ്റിനെ ഡ്രാഗ് ചെയ്ത് സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവരുന്നു, 60 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്യാണ് പുള്ളീനെ പുറത്തിറക്കാനായിട്ട്. ഇത് ആക്ച്വലി ജസ്റ്റിഫൈഡ് ആണ്. പുള്ളി ആദ്യം വിചാരിക്കുന്ന ഭാര്യയുടെ അമ്മയുടെ സ്വർണം വിട്ടിട്ട് നമുക്കിത് ചെയ്യാം, പക്ഷേ ഡിസൈഡ് ചെയ്യുന്നു എന്തിന് ഞാനത് ചെയ്യണം. എന്റെ കുടുംബത്തിന് ഇത് ഉണ്ടാവാൻ കാരണക്കാരായ ആളുകളുടെ മോഷ്ടിച്ചാൽ പോരെ. ഒരാൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ആണെന്ന് കൺവിൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ. ഇത് തീർച്ചയായിട്ടും നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. എന്തായിരിക്കും സംഭവിക്കുക? ഒരാൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടൊരു റീസൺ ഉണ്ട്, ഒരു അൺഫോർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട്. പക്ഷെ റിവെഞ്ചിന് ഒരു പ്രശ്നമുണ്ട്. റിവെഞ്ചിന് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്ന സമയത്ത് നമ്മുടെ എനിമിക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം കിട്ടും. പൈസേനേയും കാട്ട് വാല്യൂബിൾ ആയിട്ടുള്ള ഒന്ന്. നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ കൺട്രോൾ. പൃഥ്വിരാജിന്റെ അച്ഛനെ വേദനിപ്പിക്കുന്നു, പുള്ളി റിയാക്ട് ചെയ്യുന്നു. ഫാമിലിനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നു, പുള്ളി റിയാക്ട് ചെയ്യുന്നു. വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു, പുള്ളി വീണ്ടും റിയാക്ട് ചെയ്യുന്നു. പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും ഇവഞ്ച്വലി പുള്ളിന്റെ ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പുള്ളി ഹേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലൈഫ് ഡിസിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. റിവെഞ്ച് ആക്ച്വലി ജസ്റ്റിസ് ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഇത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതിൽ കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഒരു എക്സ്ക്യൂസ് മാത്രമായിട്ട് മാറും.